Hi guys, welcome back to debugmedia. ഇതൊരു ചെറിയ ട്യൂട്ടോറിയൽ ആയിരിക്കും. ഇവിടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് റിയാക്റ്റിന്റെ ബെസ്റ്റ് പ്രാക്ടീസസും റിയാക്റ്റിന്റെ അഡ്വാൻസ് കോൺസെപ്റ്റും ആണ്. അതായത് റിയാക്റ്റിൽ എങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ എഴുതണം, പിന്നെ എങ്ങനെ നമുക്ക് ചില കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുക, നമുക്ക് പെർഫോമൻസ് കൂട്ടാം, ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഇതിൽ കൂടെ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ റിയാക്റ്റിലേക്ക് ആദ്യമായിട്ട് വരുന്ന വെച്ചാൽ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ജാവാസ്ക്രിപ്റ്റ് കോഴ്സ് ആദ്യം മുതൽ കണ്ടാൽ മതി. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് അറിയുന്ന ഒരാളാണെങ്കിൽ റിയാക്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ റിയാക്ട് കോഴ്സിൻ്റെ ലിങ്കും ഞാൻ താഴെ ഇടുന്നതായിരിക്കും, അത് പോയി കാണുക. പക്ഷെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, പക്ഷെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ പോയി കണ്ടാൽ മതി. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് വെബ് ഡെവലപ്മെൻറ്റ്, എന്താണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ. ഇനി നമുക്ക് ഈ കോഡിലേക്ക് കടക്കാം. ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഫോൾഡർ സ്ട്രക്ചറാണ്. നമ്മളെപ്പോഴും സോഴ്സ് ഫോൾഡറിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ് കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യരുത്. app.js മാത്രമായിരിക്കണം ഇതിനുള്ളിൽ ഉണ്ടാവേണ്ട ഒരു കമ്പോണൻറ്റ്. ബാക്കി എല്ലാ കമ്പോണൻറ്റും നമ്മൾ ഈ സോഴ്സ് ഫോൾഡറിൻ്റെ ഉള്ളിൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിലായിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ കമ്പോണൻറ്റ് ഫോൾഡറിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ഫോൾഡർ ഇട്ടിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനിവിടെ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് ഉള്ളിലായിരിക്കും ഞാൻ list.js എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടാക്കുന്നതും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ list.css ഫയലും ഉണ്ടാക്കുന്നതും. അപ്പോൾ ഈ ലിസ്റ്റ് കമ്പോണൻറ്റ് ഫോൾഡറിൻ്റെ ഉള്ളിലായിരിക്കണം ലിസ്റ്റിന് ബന്ധപ്പെട്ട് എന്തും. പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വേറൊരു കമ്പോണൻറ്റ് ഉണ്ട്, ബട്ടൺ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ബട്ടൺ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഫോൾഡർ ഉണ്ടാക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ button.js-ഉം button.css-ഉം ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ button.css-ഉം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ കമ്പോണൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് വന്നാൽ മനസ്സിലാവും, ഓക്കെ, ലിസ്റ്റിൻ്റെ ഉള്ളിൽ ലിസ്റ്റിന് ബന്ധപ്പെട്ട കാര്യങ്ങളും ബട്ടൻ്റെ ഉള്ളിൽ ബട്ടണിൽ ബന്ധപ്പെട്ട കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ CSS-നും JS-നും വേണ്ടിയിട്ട് വേറെ ഫോൾഡറിലൊന്നും പോയി തപ്പേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് കമ്പൈൽ ചെയ്യുമ്പോൾ, അതായത് npm റൺ ബിൽഡ് അമർത്തി നമ്മളിത് പ്രൊഡക്ഷന് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ ടൈമിൽ ഈ ഒരു ആർക്കിടെക്ചർ ആയിരിക്കും ബെസ്റ്റ് പെർഫോമൻസിന് എടുക്കുന്നത്. കാരണം ഒരു റീസെർച്ചിൽ അവർ പല ടൈപ്പ് ഫോൾഡർ സ്ട്രക്ചേഴ്സ് നോക്കി അതിൽ അവസാനം ഇതിലാണ് അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടത്. അപ്പോൾ നമുക്കും ഈ പാറ്റേൺ ഫോളോ ചെയ്താൽ മതി. ഈ ലിസ്റ്റിനുള്ളിൽ തന്നെ ഇപ്പോൾ ലിസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് വേറെ കമ്പോണൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലിസ്റ്റിനുള്ളിൽ വന്നിട്ട് ലിസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങൾ ലിസ്റ്റ് ഐറ്റം ഇടേണ്ടത്. അപ്പോൾ ലിസ്റ്റിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ app.js-ലെ മാക്സിമം കാൽക്കുലേഷൻസ് ഒക്കെ കുറക്കാൻ നോക്കണം. കാരണം app.js എപ്പോഴും ക്ലീൻ ആക്കി ഇടണമാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ മെയിൻ കമ്പോണൻറ്റ് ഇതിനുള്ളിൽ വിളിച്ചിട്ട് ബാക്കി എല്ലാതും ആ കമ്പോണൻറ്റ് ഉള്ളിൽ എഴുതണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പ്രോജക്റ്റിൻ്റെ എൻ്റെ പേര് to do app എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് to do app എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ to do ആപ്പിൻ്റെ ഉള്ളിൽ ഞാൻ to do app.js എന്ന് പറഞ്ഞിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടെ ഞാൻ RCC യൂസ് ചെയ്തിട്ട് അതൊരു പ്ലഗിൻ ആണ്, അത് യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് തരും. ഇവിടെ ആയിരിക്കും ഞാൻ ബാക്കിയുള്ള എല്ലാ കമ്പോണൻറ്റും വിളിക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലിസ്റ്റ് കമ്പോണൻറ്റ് വിളിക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ബ്രാക്കറ്റ് തുറന്നിട്ട് ലിസ്റ്റ് കമ്പോണൻറ്റ് ഇവിടെ വിളിക്കും. എന്നിട്ട് app.js-ൽ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഈ div എല്ലാം റിമൂവ് ചെയ്തിട്ട് to do app മാത്രം ഇവിടെ വിളിച്ചാൽ മതി. അപ്പോൾ app.js എപ്പോഴും ക്ലീൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു കാൽക്കുലേഷൻ ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്കിത് ക്ലാസ് കമ്പോണൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ ലൈൻ മൊത്തം റിമൂവ് ചെയ്തിട്ട് ഇവിടെ const app is equal to arrow ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ റെൻഡർ മെത്തേഡ് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മാലി കമ്പോണൻറ്റും റിമൂവ് ചെയ്യാം. പിന്നെ ഇവിടെ ആകെ നമ്മൾ ഒറ്റ ലൈനിലാണ് എഴുതുന്നത് കൊണ്ട് നമുക്ക് ഈ to do ആപ്പിൻ്റെ റിട്ടേണും വേണ്ട. ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഈ ബ്രാക്കറ്റും റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഒറ്റ ലൈനിൽ സാധനം കിട്ടും. പക്ഷെ നിങ്ങൾ ഈ ആപ്പ് റിമൂവ് ചെയ്യരുത്, അതായത് ഈ കമ്പോണൻറ്റിൻ്റെ പേര് അത് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് പ്രശ്നം വെച്ചാൽ അത് പിന്നെ അനോണിമസ് ഫംഗ്ഷനാവും. അപ്പോൾ നമ്മൾ ഡീബഗ് ചെയ്യുമ്പോൾ നമുക്കിത് ഏത് ഫംഗ്ഷനാണ് റീറെൻഡർ ആവണമെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഫംഗ്ഷൻ കമ്പോണ്ട് എഴുതുമ്പോൾ മാക്സിമം അതിൻ്റെ പേരും കൂടി ഇടാൻ നോക്കുക. അപ്പോൾ to do ആപ്പിലാണ് ഫംഗ്ഷൻ കമ്പോണ്ട് എന്ന് വെച്ചാൽ to do ആപ്പ് എന്നുള്ള പേര് ഇടാൻ നോക്കുക. കാരണം നിങ്ങളത് റിയാക്റ്റിൻ്റെ ഡെവലപ്പർ ടൂൾസ് വെച്ചിട്ട് നിങ്ങൾ ഡീബഗ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഓക്കെ, ഏത് കമ്പോണൻ്റാണ് ഇതത്. കാരണം അവിടെ അനോണിമസ് ഫംഗ്ഷൻ എന്നായിരിക്കും എഴുതി കാണിക്കുക. പിന്നെ എപ്പോഴും നിങ്ങൾ ക്ലാസ് വെച്ച് വിളിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഞാൻ ക്ലാസ് നെയിം ഇസ് ഈക്വൽ ടു do ആപ്പ് കണ്ടെയ്നർ ഇടുന്നു. കാരണം ഇത് ഞാൻ ഇപ്പോൾ to do ആപ്പ് കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണ്, to do ആപ്പ് JS-ൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് ഞാൻ to do ആപ്പ് കണ്ടെയ്നർ ഇട്ട്. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ പോയിട്ട് to do app.css എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ആ ഫയൽ ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് to do app.css. ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ CSS-ൽ ഞാൻ എന്ത് എഴുതുമ്പോഴും ഈ പാരന്റ് വെച്ചിട്ടാണ് എഴുതേണ്ടത്. കാരണം റിയാക്ട് ഒറ്റൊരു HTML ഫയൽ ആയതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു CSS എഴുതിയത് വേറെ എവിടെയെങ്കിലും എഴുതി പോയാൽ പാരന്റ് ഇല്ലാണ്ട് എഴുതി കഴിഞ്ഞാൽ അത് ഗ്ലോബൽ ആയിരിക്കും. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ to do app കണ്ടെയ്നർ ഉണ്ട്, ഈ CSS-ൽ പോയിട്ട് നിങ്ങൾ സ്റ്റൈൽ എഴുതി. പക്ഷേ ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ വേറൊരു സ്ഥലത്ത് നിങ്ങൾ to do app കണ്ടെയ്നർ ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റൈലായിരിക്കും അവിടെ അപ്ലൈ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ സ്റ്റൈൽ ചെയ്യുമ്പോഴും പാരന്റ് വെച്ചിട്ട് വേണം വിളിക്കാൻ.
കാരണം നിങ്ങളിപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ടു ഡു ആപ്പ് ഡോട്ട് CSS എന്ന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇത് ഈ കമ്പോണന്റ് മാത്രം കിട്ടുള്ളൂ എന്നാണ്. അങ്ങനെ അല്ല ആക്ച്വലി. ഇതിപ്പോൾ നിങ്ങൾ ഈ ടു ഡു ആപ്പ് കണ്ടെയ്നർ നിങ്ങൾ എവിടെയൊക്കെ എഴുതുന്നു അവിടെയൊക്കെ സാധനം കിട്ടും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻലൈൻ സ്റ്റൈലാണ്. അപ്പോൾ ഇൻലൈൻ സ്റ്റൈൽ നിങ്ങൾ സ്റ്റൈൽ ഇസ് ഈക്വൽ ടു ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ റെഡ് എന്ന് ഇട്ടു. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കമ്പോണന്റ് എപ്പോഴൊക്കെ റെൻഡർ ആവുന്നുണ്ട്, അതായത് ഒരു പ്രാവശ്യം റെൻഡർ ആവണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പിന്നെയും റെൻഡർ ആവുമ്പോൾ ഈ ഒബ്ജക്റ്റ് എല്ലാ റെൻഡറിലും ക്രിയേറ്റ് ആവും. അത് നല്ലതല്ല. ഈ സ്റ്റൈൽ പിന്നെയും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കിത് ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്താൽ പിന്നെ അതന്നെ യൂസ് ചെയ്താൽ മതി. പക്ഷേ ഇത് ഈ കേസിൽ അങ്ങനെയല്ല. ഇതിപ്പോൾ ഇൻലൈൻ കൊടുത്തോണ്ട് ഇങ്ങനെ കൊടുത്തോണ്ട് ഈ ഒബ്ജക്റ്റ് എല്ലാ പ്രാവശ്യവും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ കേസിൽ നമുക്ക് ക്ലാസ്സിന്റെ പുറത്തോ ക്ലാസ്സിന്റെ താഴെ വന്നിട്ട് ജസ്റ്റ് ഇവിടെ കോൺസ്റ്റ് സ്റ്റൈൽ ഇസ് ഈക്വൽ ടു നമുക്കിവിടെ ഇനി ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമുള്ള കൊടുത്തിട്ട് ഇവിടെ റെഡ് കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ജസ്റ്റ് ഈ സ്റ്റൈൽ എടുത്തിട്ട് ഇവിടെ വിളിച്ചാൽ മതി. നമുക്കിതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഈ സ്റ്റൈൽ വിളിക്കാം. ഇതിപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ സെയിം കളർ നമ്മൾ അവിടെ ചെയ്തായിരിക്കും ഇവിടെ കിട്ടുക. പക്ഷേ ഈ കേസിൽ നമ്മൾ ഇത് പിന്നെയും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇത് ഒറ്റ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആ സാധനം റീയൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നത് പ്യുവർ കമ്പോണന്റ്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ വന്നിട്ട് റിയാക്ട് ഡോട്ട് പ്യുവർ കമ്പോണന്റ് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് പ്യുവർ കമ്പോണന്റ് ഇവിടെ വിളിച്ചതിന് ശേഷം ജസ്റ്റ് റിയാക്റ്റിലാണ്ട് നിങ്ങൾക്ക് അത് കോൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനെ രണ്ട് വഴിയിലാണ് നമുക്ക് പ്യുവർ കമ്പോണന്റ് വിളിക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ റിയാക്ട് കോഴ്സ് കാണാത്തവരാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞത് പ്യുവർ കമ്പോണന്റ് ഉപകാരം എന്ന് വെച്ചാൽ അതൊരു ഷാലോ കമ്പാരിസൺ ആണ് ചെയ്യുക. അപ്പോൾ ഒരു സ്റ്റേറ്റ് അത് മാറിയിട്ടില്ലെങ്കിൽ പിന്നെ അത് പിന്നെയും ആ കമ്പോണന്റ് റീറെൻഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു വാല്യൂ 5 കിട്ടി, അത് എല്ലാ റെൻഡറിലും 5 തിരഞ്ഞു വെച്ചാൽ ഈ കമ്പോണന്റ് പിന്നെ റീറെൻഡർ ആവില്ല. അപ്പോൾ ഈ വാല്യൂ തന്നെ ആയിരിക്കും കാണിക്കുക, ഒറ്റ പ്രാവശ്യമാണ് റീറെൻഡർ ആവുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും എല്ലാ കമ്പോണന്റും പ്യുവർ കമ്പോണന്റ് ആക്കണതാണ് നല്ലത്. കാരണം ഇവിടെ ഇപ്പോൾ റിയാക്റ്റിൽ ഒരു റൂളും പറഞ്ഞിട്ടില്ല എല്ലാ കമ്പോണന്റും പ്യുവർ കമ്പോണന്റ് ആക്കരുതെന്ന്. അപ്പോൾ മാക്സിമം എല്ലാ കമ്പോണന്റും പ്യുവർ കമ്പോണന്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ റീറെൻഡർ ആവാൻ ആവശ്യമില്ലെങ്കിൽ അത് റീറെൻഡർ ആവില്ല. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റീയൂസിബിലിറ്റി ഓഫ് കോഡാണ്. നമ്മൾ ഇതിന് പറയാം ഡ്രൈ എന്ന് പറയും, അതായത് ഡു നോട്ട് റിപ്പീറ്റ് യുവർ സെൽഫ്. ഇത് നിങ്ങൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ മാത്രമാണ്. നിങ്ങൾ HTML CSS ആണ് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ മെയിനായിട്ട് ചെയ്തെന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിൽ അധികം ഫോക്കസ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ അല്ലാത്തൊരു ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സിനൊക്കെ വന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇത് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. അവർ കൂടുതലും കോഡ് റിപ്പീറ്റ് ചെയ്യാണ്ടാണ് നോക്കുക. പക്ഷേ ഇപ്പോൾ പഴയ പോലെയല്ല ഫ്രണ്ട് എൻഡ്. ഇപ്പോൾ ഫ്രണ്ട് എൻഡ് വളരെ കോമ്പറ്റേറ്റീവ് മാർക്കറ്റായി മാറിയിരിക്കുന്നു. കാരണം ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മൾ എന്ത് വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ വെറുതെ HTML CSS ജാവാസ്ക്രിപ്റ്റിൻ്റെ വെറുതെ എഴുതിയാൽ പോരാ, നമ്മളത് മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്തിട്ട് വേണം അത് ഉണ്ടാക്കാൻ. കാരണം അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് സ്ലോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആർക്കും ഒരു സ്ലോ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ പഴയ പോലെയല്ല ഫ്രണ്ട് എൻഡ് ഡെവലപ്പിംഗ്. ഇപ്പോൾ ബാക്ക് എൻഡിനെക്കാട്ടും കോംപ്ലക്സ് ആയി വന്നേക്കാണ്. അപ്പോൾ ഈ ഡ്രൈ കോഡിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഞാനിതാ app.jsൽ വന്നിട്ട് നമുക്കിപ്പോൾ തൽക്കാലം നമുക്ക് ഈ ടു ഡു ആപ്പ് ആദ്യം നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇത് ഇമ്പോർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ടു ഡു ആപ്പിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ഈ രണ്ട് സ്റ്റൈലും റിമൂവ് ചെയ്യും. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് സ്റ്റൈലിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് നമുക്ക് ഈ ലിസ്റ്റിൻ്റെ പകരം അതിന് മുമ്പ് ഈ ജാവാസ്ക്രിപ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ JR ആക്കിയാൽ എനിക്ക് ആ പ്ലഗിൻ്റെ ആക്സസ് കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ ഇൻപുട്ട് ടൈപ്പ് ചെയ്തിട്ട് ടാബ് അമർത്തി കഴിഞ്ഞാൽ അത് ഓട്ടോ കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഇൻപുട്ടിനുള്ളിൽ നമ്മൾ നോർമലി ഹാൻഡിൽ ചേഞ്ച് ഇവൻ്റ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഒരു വാല്യൂ കൊടുക്കും. വാല്യൂ ഇസ് ഈക്വൽ ടു നമ്മൾ സ്റ്റേറ്റ് ഇടാൻ പോകുന്നു. അപ്പോൾ നമുക്കിവിടെ നെയിം കൊടുക്കാം. ഇത് നമുക്കിവിടെ നെയിം ഇസ് ഈക്വൽ ടു നെയിം തന്നെ കൊടുക്കാം. പിന്നെ നമ്മൾ ഓൺ ചേഞ്ച് ഇവൻ്റ് എഴുതും. ഇത് നമ്മളിവിടെ ബ്രാക്കറ്റ് തുറന്നിട്ട് ഇത് ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ദിസ് ഡോട്ട് ഹാൻഡിൽ ചേഞ്ച് എന്ന് നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും അത് വിളിക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആ സ്റ്റേറ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യും. അതിന് വേണ്ടി നമ്മൾ മേലെ പോയിട്ട് സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു നെയിം എന്ന് പറഞ്ഞു കൊടുക്കും. എംപ്റ്റി വാല്യൂ ആയിരിക്കും കൊടുക്കുക. ഇത് നമ്മൾ ഹാൻഡിൽ ചേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആരോ ഫംഗ്ഷനാക്കി വിളിച്ചിട്ട് നമ്മൾ ഇവന്റ് പാരാമീറ്റർ പാസ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇവന്റ് വെച്ചിട്ട് നമുക്ക് ഇൻപുട്ടിൻ്റെ വാല്യൂ കിട്ടും. എന്നിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് വിളിച്ചതിന് ശേഷം നമ്മൾ ആ നെയിം എന്ന് പറഞ്ഞ വാല്യൂ ഡയറക്റ്റ് ആക്സസ് ചെയ്യും. പക്ഷേ മൾട്ടിപ്പിൾ ഇൻപുട്ട് ബോക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കോൺസെപ്റ്റാണ് ഇവന്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് നെയിം വെച്ചിട്ട് നമ്മൾ അതിൻ്റെ നെയിം പ്രോപ്പർട്ടി വെച്ചിട്ടായിരിക്കും അതിൻ്റെ വാല്യൂ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി നമുക്ക് എളുപ്പം. നിങ്ങൾ ആ റിയാക്റ്റിൻ്റെ കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇത് വെച്ച് നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് ആ ഈ നെയിമിൻ്റെ ഉള്ളിൽ ഈ നെയിം എന്താണോ ആ നെയിമിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മൾ കിട്ടുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ നെയിം ഈ നെയിമാണ്. അപ്പോൾ ഈ നെയിമിൻ്റെ വാല്യൂ ഈ വാല്യൂ ആണ്. അപ്പോൾ ആ വാല്യൂ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ് വിളിക്കണം. ദിസ് ഡോട്ട് സ്റ്റേറ്റിൻ്റെ പകരം ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും ഡീസ്ട്രക്ചർ ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ് വിളിക്കും. കാരണം അതൊരു നല്ല പ്രാക്ടീസാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കോൺസ്റ്റ് ഡീസ്ട്രക്ചർ ചെയ്തിട്ട് നെയിം എടുക്കും. എന്നിട്ട് നമ്മൾ ഇസ് ഈക്വൽ ടു ദിസ് ഡോട്ട് സ്റ്റേറ്റ് എന്നത്. കാരണം നമ്മൾ ദിസ് ഡോട്ട് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്യുന്നത്. ഇനി നമ്മളിത് സേവ് ചെയ്തിട്ട് നമ്മൾ ബാക്കി ഇപ്പോൾ നമുക്ക് ഇവിടെ ഇൻപുട്ട് ബോക്സ് കിട്ടും. ഇതിൻ്റെ വാല്യൂ മാറേണ്ടത് കാണാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഇവിടെ വന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ചെയ്യാം. നമുക്ക് നെയിം കൊടുക്കാം. നമ്മൾ ബാക്കി പോയിട്ട് നമ്മളിപ്പോൾ ഇതാ കൺസോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ വാല്യൂ മാറുന്നത്. അതായത് അതിൻ്റെ ഇൻപുട്ട് സ്റ്റേറ്റിനുള്ളിലേക്ക് വാല്യൂ പോകേണ്ടതെന്ന് ഇപ്പോൾ മനസ്സിലായി. പക്ഷേ ഇതിപ്പോൾ നമ്മളിൽ ഫോർ എക്സാമ്പിൾ 10 ഫോം ഉണ്ടെന്ന് വിചാരിച്ചോ.
ആ 10 ഫോം നമ്മൾ 10 കമ്പോണന്റ് ആയിട്ട് എഴുതി. അത് ഓരോ ഫോമാണ്, ഫോർഗെറ്റ്, സൈൻ അപ്പ്, ലോഗിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഓരോ JS ഫയലിൽ പോയിട്ട് നിങ്ങൾ ഓരോ ഹാൻഡിൽ ചേഞ്ച് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ 10 ഫോം ഉണ്ടെങ്കിൽ നിങ്ങൾ 10 ഹാൻഡിൽ ചേഞ്ച് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. 10 പ്രാവശ്യം നിങ്ങൾ സെയിം കോഡ് തന്നെ എക്സ്ട്രാ എഴുതി. അപ്പോൾ ഇങ്ങനത്തെ കേസിലാണ് നമ്മൾ ഡ്രൈ എന്ന് പറയുന്നത്. അതായത് ഡു നോട്ട് റിപ്പീറ്റ് യുവർ സെൽഫ്. ഇപ്പോൾ ഒരു സാധനം തന്നെ നിങ്ങൾ പിന്നെയും യൂസ് ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതൊരു സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾ അത് റീയൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ അതാ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇതൊരു ഡോക്യുമെന്റേഷനിലോ യൂട്യൂബ് വീഡിയോസിലോ കാണാൻ പറ്റില്ല. കാരണം നമ്മൾ സ്വന്തം ലോജിക് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറാണ്, നിങ്ങൾ HTML CSS മാത്രമാണ് നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് സ്വന്തമായിട്ട് എഴുതാൻ പറ്റില്ല. പക്ഷെ അതിന് പകരം നിങ്ങൾ ഫംഗ്ഷനാലിറ്റീസും ഡാറ്റ സ്ട്രക്ചേഴ്സും ഒക്കെ സോൾവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഹുക്സ് സോൾവ് ചെയ്യുന്നുണ്ട്. ഹുക്സിൽ നമുക്ക് കസ്റ്റം ഹുക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് യൂസ് ഫോം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനുള്ളിൽ തന്നെ നമുക്ക് ഈ സെയിം സാധനം ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഓൾറെഡി എല്ലാവർക്കും അറിയാം, കാരണം അത് യുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ക്ലാസ്സിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം സോഴ്സിൽ പോയിട്ട് യൂട്ടിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനുള്ളിലായിരിക്കും നമ്മൾ എല്ലാ റീയൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഹാൻഡിൽ ചേഞ്ച് ആണ് നമ്മൾ റീയൂസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്കിവിടെ എക്സ്പോർട്ട് കോൺസ്റ്റ് നമുക്കൊരു ഡൈനാമിക് ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ട് ഹാൻഡിലർ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഈ ഫംഗ്ഷൻ ഒരു ആരോ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഈ ഫംഗ്ഷൻ 2 പാരാമീറ്റർ എടുക്കും. ഒന്ന് ഇവന്റ് എടുക്കും, ഒന്ന് ആ കമ്പോണന്റ് പേര് കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് 3 4 എത്ര പാരാമീറ്റർ വേണം പാസ് ചെയ്യുക. പക്ഷേ ഈ 2 ഉണ്ടെങ്കിലാണ് നമുക്ക് ആ കമ്പോണന്റ് ആക്സസ് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിനുള്ളിൽ വന്നിട്ട് നമ്മൾ റിട്ടേൺ എഴുതും. കാരണം നമ്മൾ ഇതിന്റെ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് വിളിക്കേണ്ടി വരും. ആ ദിസ് ആണ് നമ്മൾ ഈ കമ്പോണന്റ്. അപ്പോൾ നമുക്ക് ദിസ് എഴുതേണ്ട ആവശ്യമില്ല, അതിന് പകരം കമ്പോണന്റ് എഴുതാം. കാരണം ഓൾറെഡി ആ ദിസ് നമ്മൾ ഇതിൽ പാസ് ചെയ്യും. ഇത് നമ്മൾ സെറ്റ് സ്റ്റേറ്റ് ചെയ്തു. സെറ്റ് സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ അതിൻ്റെ നെയിം വെച്ചിട്ട് ആക്സസ് ചെയ്യണ പോലെ ജസ്റ്റ് ഇവന്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് നെയിം, പിന്നെ നമ്മൾ കോളിനിടും ഇവന്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ. ഇത്രയും സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു റീയൂസബിൾ ഹാൻഡിൽ ചേഞ്ച് എഴുതിയത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഡൈനാമിക് ഹാൻഡിലർ എത്ര കമ്പോണൻസിനുള്ളിലും വിളിക്കാൻ പറ്റും. പക്ഷേ ഈ ഹാൻഡിലർ നമ്മൾ ഒരു പ്രാവശ്യമാണ് എഴുതിയിട്ടുള്ളൂ. അത്രയും നമ്മളെ പ്രൊജക്റ്റിന്റെ വെയിറ്റ് കുറഞ്ഞും കിട്ടി, പെർഫോമൻസ് കൂടിയും കിട്ടി. കാരണം നമ്മൾ 10 പ്രാവശ്യം എഴുതണത് ഒറ്റ പ്രാവശ്യമായിട്ട് എഴുതിയിട്ട് റീയൂസ് ചെയ്തു. ഇനി നമുക്ക് tudoapp.jsൽ പോകാം. അതിന് മുമ്പ് ഞാൻ ഈ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ആയിക്കോട്ടെ. ഹാൻഡിൽ ഡൈനാമിക് ഹാൻഡിലർ. ഇനി നമുക്ക് tudoappൽ പോകാം. tudoappൽ പോയിട്ട് നമുക്കിനി ഇതൊന്നും ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ ഹാൻഡിൽ ചേഞ്ചിനുള്ളിൽ ദിസ് ഡോട്ട് ഹാൻഡിൽ ചേഞ്ചിന്റെ പകരം നമ്മളൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ എഴുതും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബ്രാക്കറ്റ് ഇടും. നമ്മൾ ഒരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഇതിനുള്ളിൽ നമ്മൾ ഇവന്റ് പാസ് ചെയ്യും. നമ്മൾ ഇവിടെ ദിസ് ഡോട്ട് ഹാൻഡിൽ ചേഞ്ച് ചെയ്തതിന് പകരം നമ്മൾ ഡൈനാമിക് ഹാൻഡിലർ ഇവിടെ കൂടെ കോൾ ചെയ്യും. ഇത് കോൾ ചെയ്തതിനു ശേഷം നമ്മൾ ഇവിടെ 2 പാസ് ചെയ്യും. 2 പാരാമീറ്റർ ആണ് ഇവിടെ പാസ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ഇവന്റ് പാസ് ചെയ്യും, അതായത് നമുക്ക് ഇവന്റ് കിട്ടാനും പിന്നെ നമ്മളെ കമ്പോണന്റും. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ദിസ് പാസ് ചെയ്യും. അപ്പോൾ ദിസ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ക്ലാസ് ആണ് പാസ് ചെയ്യണമെന്നാണ്. അതായത് ഈ കമ്പോണന്റ് ഈ ടുഡു ആപ്പാണ് നമ്മളിതിൽ പാസ് ചെയ്യുന്നതാണ് അർത്ഥം. ഇതിപ്പോൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇവന്റും പാസ് ചെയ്ത് ദിസും പാസ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ യൂട്ടിൽ ഡോട്ട് JSൽ പോയി കാണാൻ പറ്റും. ആ ഇവന്റ് ആണ് നമ്മൾ ഇവന്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് നെയിം വെച്ച് ചെയ്തത്, നേരത്തെ ദിസ് ഡോട്ട് ഹാൻഡിൽ ചേഞ്ചിൽ ചെയ്ത പോലെ. പിന്നെ ആ ദിസ് ആണ് നമ്മൾ ഈ കമ്പോണന്റ്. ഇത് നമ്മളിപ്പോൾ വെബ് പേജിൽ പോയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാല്യൂ മാറുന്നത് കാണാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ ഇതൊരു ഗുണം വെച്ചാൽ ഇത് റീയൂസബിലിറ്റി ആണ്. നിങ്ങൾക്ക് ഇനി എത്ര കമ്പോണന്റിലും ഈ ഡൈനാമിക് ഹാൻഡിലർ വെച്ച് ചെയ്യാം. പിന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും എറർ ഹാൻഡ്ലിംഗ് തന്നെ ഇവിടെ എഴുതാം. ഇഫ് കണ്ടീഷൻ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇവിടെ തന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെയും എറർ ഹാൻഡ്ലിംഗും ചെയ്യാനും പറ്റും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കോൾ ബാക്ക് ഫംഗ്ഷൻ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിതാ ഈ ഇൻപുട്ട് ബോക്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഈ ബട്ടണിനുള്ളിൽ ഞാൻ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് എഴുതുന്നു. നമുക്കിവിടെ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ എഴുതാം. ദിസ് ഡോട്ട് സെൻഡ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് ഫംഗ്ഷൻ എഴുതാം. എന്നിട്ട് ആ ഫംഗ്ഷൻ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. സെൻഡ് ക്ലിക്ക് അത് നമ്മളൊരു ആരോ ഫംഗ്ഷൻ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ ലോഗ് ചെയ്യാം ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഈ സ്റ്റേറ്റ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാം, കാരണം ഇത് നമുക്കിനി ഇതിൻ്റെ ആവശ്യമല്ല. പിന്നെ നമുക്ക് ഈ സ്റ്റൈലും റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ കോഡ് മാക്സിമം ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളത് വെബ് പേജിൽ പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ക്ലിക്ഡ് എന്ന് പറഞ്ഞിട്ട് വാല്യൂ മാറുന്നത് കാണാൻ പറ്റും. അതിൻ്റെ നമ്പർ ഓഫ് കൗണ്ട്സ് കൂടുന്നത് കാണാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇൻഫിനിറ്റ് ആയിട്ട് വിളിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഇവിടെ ഒരു പാരാമീറ്റർ പാസ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കിവിടെ ഡാറ്റ പാസ് ചെയ്യണം. ആ ഡാറ്റ പാസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പാസ് ചെയ്താൽ അത് ഇൻഫിനിറ്റ് ആയിട്ട് വിളിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സൊല്യൂഷനാണ് നമ്മളിവിടെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ എഴുതിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഇങ്ങനെയാണ് പാസ് ചെയ്യുക. ഇനിയിപ്പോൾ എനിക്ക് ഈ പാരാമീറ്റർ ആക്സസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഡാറ്റ എന്തെങ്കിലും ഇഷ്ടമുള്ള പേര് ചെയ്തിട്ട് ആ പാരാമീറ്റർ നമുക്കിപ്പോൾ ഇങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ വെബ് പേജിൽ പോയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡാറ്റ ഇവിടെ വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മളൊരു ഫംഗ്ഷണൽ കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പേരിടണം, കാരണം ഇല്ലെങ്കിൽ അത് അനോണിമസ് ഫംഗ്ഷൻ ആയിട്ടാണ് കൂട്ടുക.
അപ്പോൾ ഈ കമ്പോണൻറ്റ് ചിലപ്പോൾ റെൻഡർ ചെയ്യാൻ ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ ആ പേര് ഇതിന് മനസ്സിലാവാത്തതുകൊണ്ട് അത് അനോണിമസ് ആയതുകൊണ്ട് അത് എല്ലാ റെൻഡറിലും റീറെൻഡർ ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഈ സ്റ്റൈലും നമ്മൾ നേരത്തെ പഠിച്ചത്, അപ്പോൾ ആ സ്റ്റൈലും റീറെൻഡർ ചെയ്തുകൊണ്ടിരിക്കും. ഈ ക്ലിക്ക് ഇവൻറ്റിലും ഇതാണ് പ്രശ്നം. അപ്പോൾ ഇതെല്ലാ റീറെൻഡറിലും ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, കാരണം ഇതിന് മനസ്സിലായി, അപ്പോൾ ഇതിൻ്റെ വിചാരം ഇതൊരു പുതിയ ഫംഗ്ഷൻ ആണെന്നാണ്. അപ്പോൾ ഈ അനോണിമസ് ഫംഗ്ഷൻ പിന്നെയും ക്രിയേറ്റ് ആവും എല്ലാ റീറെൻഡറിലും. അപ്പം നമുക്കത് ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? അപ്പോൾ ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ ചെയ്തിട്ട് അതൊരു ഫംഗ്ഷനാണ് റിട്ടേൺ ചെയ്യണത്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ബ്രാക്കറ്റ് നമുക്ക് റിമൂവ് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സെൻട്രിക് എന്നൊരു ഫംഗ്ഷൻ എഴുതി ഈ ഫംഗ്ഷൻ നമുക്ക് വേറൊരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാൻ പറ്റുമ്പോൾ ഇവിടെ നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് സേവ് ചെയ്തിട്ട് നമ്മൾ ബാക്കിൽ പോയിട്ട് നമ്മളിവിടെ ക്ലിക്ക് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെയും ആ ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുക. പക്ഷേ ഇപ്രാവശ്യം എല്ലാ റീറെൻഡറിലും ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ആവില്ല, കാരണം നമ്മളിവിടെ ആ ഫംഗ്ഷൻ്റെ പേര് വെച്ചിട്ടാണ് ഇത് കോൾ ചെയ്തിട്ടുള്ളത്. നേരത്തെ അത് അനോണിമസ് ഫംഗ്ഷൻ ആയിരുന്നു, കാരണം ബ്രാക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ കേസിൽ നമ്മളത് സോൾവ് ചെയ്തു. അപ്പോൾ ഇനി നിങ്ങൾ ചോദിക്കും നമ്മൾ ഇവൻ്റ് എങ്ങനെ പാസ് ചെയ്യണം. അപ്പോൾ ഇവൻ്റ് പാസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവൻ്റ് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ഇവൻ്റ് ആക്സസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ console.log എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇവൻ്റ് കൊടുക്കാം. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് നമ്മൾ ബാക്കി പോയിന്റ് ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് ആ ഇവൻറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഡോക്യുമെന്റേഷനിലോ അതോ യൂട്യൂബ് ട്യൂട്ടോറിയൽസിലോ അങ്ങനെ ഒന്നും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കൂടുതൽ നമ്മൾ ആർക്കിടെക്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീപ്പ് ഡൈവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഓരോ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുക. അതായത് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം, അപ്പോഴാണ് നമ്മൾ പെർഫോമൻസ് കൂടുള്ളൂ. അപ്പോഴാണ് നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുക, ഓക്കെ ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ. പക്ഷേ അല്ലാണ്ട് ഇത് ഒരിക്കലും ഡോക്യുമെന്റേഷനിൽ ഇവരൊന്നും കാണിച്ചു തരില്ല. കാരണം ഡോക്യുമെന്റേഷനിൽ ഇവർ വെറും ബേസിക് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് മാത്രം കാണിച്ചു തരുള്ളൂ. അത് വെച്ചിട്ട് ബാക്കി എന്ത് ചെയ്യണം അത് നമ്മുടെ കയ്യിലാണ്. പിന്നെ ഇവിടെ വേറൊരു സാധനം കാണിച്ചു തരാമെന്ന് വെച്ചാൽ സർവീസ് വർക്കറാണ്. അപ്പോൾ ഈ സർവീസ് വർക്കറിനെ വെച്ചാൽ ഇപ്പോൾ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ഐഡിയ പറഞ്ഞുതരാം. അപ്പോൾ ഈ സർവീസ് വർക്കർ കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ പ്രോഗ്രസീവ് വെബ് ആപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും PWA, അതിൻ്റെ അർത്ഥം പ്രോഗ്രസീവ് വെബ് ആപ്പ്. അതായത് അത് ബ്രൗസറിലായിരിക്കും, പക്ഷേ മൊബൈലിൻ്റെ ഫംഗ്ഷനാലിറ്റി ആയിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ ഈ സർവീസ് വർക്കർ നമ്മൾ എനേബിൾ ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നെറ്റ് ഇല്ലെങ്കിൽ പോലും നമ്മളെ ആപ്ലിക്കേഷൻ റൺ ആവും. ഓഫ്ലൈൻ അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഇതെല്ലാതും ക്യാഷ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ നെറ്റ് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ നമ്മൾ മൊബൈൽ ആപ്പിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നെറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ പേജ് തുറന്നിട്ടുണ്ടോ ആ ഒരു പേജ് വരെ നമുക്ക് പോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണമെന്ന് പറയും. അതേപോലെ തന്നെയാണ് ഇതും, പക്ഷേ ഇത് ബ്രൗസറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കുറേ പേജൊക്കെ സർഫ് ചെയ്തിട്ട് പക്ഷേ പെട്ടെന്നാണ് നിങ്ങൾ ഇൻ്റർനെറ്റ് കണക്ഷൻ പോയി. അപ്പോൾ നമ്മൾ സാധാരണ ബ്രൗസർ എങ്ങനെ ആക്ട് ചെയ്യുക, നമുക്ക് ആ ഡൈനോസറിൻ്റെ ഗെയിം കിട്ടും, പിന്നെ നമ്മൾ ബോറടിക്കുമ്പോൾ അത് കുറച്ചിരുന്ന് കളിക്കും. പക്ഷേ സർവീസ് വർക്കർ യൂസ് ചെയ്ത് കഴിഞ്ഞാലോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. പകരം നിങ്ങൾ ഏതൊക്കെ പേജിൽ പോയിട്ടുണ്ടോ ആ പേജിലേക്കൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സാധനം നിങ്ങൾ ആപ്ലിക്കേഷനിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. ഇത് ഡിഫോൾട്ട്ലി അൺരജിസ്റ്റർഡ് എന്നായിരിക്കും ഇതിട്ടുണ്ടാവുക. ഇതുണ്ടാവുക index.js ഫയലാണ്. എൻ്റെ ഞാനത് റിമൂവ് ചെയ്തേക്കാണ്. പക്ഷേ നിങ്ങൾ നോർമലി ഇവിടെ ഇമ്പോർട്ട് സ്റ്റാർ ആസ് സർവീസ് വർക്കർ ഫ്രോം സർവീസ് വർക്കർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആയിരിക്കും നിങ്ങളിൽ ഉണ്ടാവുക. ആ സാധനം നിങ്ങൾ താഴെ സർവീസ് വർക്കർ ഡോട്ട് അൺരജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങളിൽ ഉണ്ടാവുക. പക്ഷെ അത് നിങ്ങൾ ഡോട്ട് രജിസ്റ്റർ ആക്കിയാൽ മതി. അതാക്കിയിട്ട് നിങ്ങൾ ബ്രാക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രോജക്റ്റ് PWA പോലെ ആയി, അതായത് ഓഫ്ലൈനിൽ നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ സർവീസ് വർക്കിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ അധികം അറിഞ്ഞിരിക്കേണ്ട, ജസ്റ്റ് ഇത് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഇത് രജിസ്റ്റർ ചെയ്താൽ മതി, വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം നിങ്ങൾ ആപ്പ് എന്തായാലും ഓഫ്ലൈനിൽ റൺ ആവും, അത് നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ സർവീസ് വർക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കണത് എങ്ങനെ നമ്മളിപ്പോൾ സർവീസ് വർക്ക് .jsൽ പോയി കഴിഞ്ഞാൽ ഇത് ഇവർ മാനുവലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഇതൊക്കെ ഓട്ടോ ജനറേറ്റഡ് ആണ്. പക്ഷേ ഈ ഒരു സാധനത്തിൻ്റെ ലോജിക്ക് എന്നത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ട്യൂട്ടോറിയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, ഞാൻ അതിനനുസരിച്ച് ഒരു ട്യൂട്ടോറിയൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നോക്കാൻ പോകുന്നത് കമ്പോണൻറ്റ് റീയൂസിബിലിറ്റി. കമ്പോണൻറ്റ് റീയൂസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രോജക്റ്റിൽ കുറേ ബട്ടൺ ഉപയോഗിക്കും. അപ്പോൾ ആ ബട്ടൺ നമ്മൾക്ക് ഇപ്പോൾ 10 ബട്ടൺ ഉണ്ടെങ്കിൽ നമ്മൾ 10 ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബട്ടൺ തന്നെ നമ്മൾ എല്ലായിടത്തും റീയൂസ് ചെയ്താൽ നമുക്ക് അത്രയും നമ്മുടെ പ്രോജക്റ്റിൻ്റെ വെയിറ്റ് കുറഞ്ഞു കിട്ടും നമുക്ക്. അപ്പോൾ അതിനായി നമ്മൾ button.jsൽ പോയിട്ട് നമ്മളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷണൽ കമ്പോണൻറ്റോ ക്ലാസ് കമ്പോണൻറ്റോ ഇഷ്ടമുള്ള യൂസ് ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫംഗ്ഷണൽ കമ്പോണൻറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ ബട്ടൺ ടാഗ് ആദ്യം വിളിക്കും. ബട്ടൺ എന്ന് എഴുതിയതിനു ശേഷം നമ്മൾ ഇതിനുള്ളിൽ നമുക്ക് എന്തൊക്കെ ഡിഫോൾട്ടായിട്ട് വേണം, നമുക്ക് ക്ലാസ് വേണം, അപ്പോൾ നമ്മൾ ക്ലാസ് എഴുതും. പിന്നെ നമുക്ക് ചിലപ്പോൾ ഐഡിയ ഉണ്ടാവും, അപ്പോൾ നമുക്ക് ഐഡിയ ഇടാം. പിന്നെ നമുക്ക് ഓൺ ക്ലിക്ക് ഉണ്ടാവും, അപ്പോൾ ഓൺ ക്ലിക്ക് നമുക്ക് വിടാം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരു ബട്ടന് വേണ്ടത്. അപ്പോൾ ഈ ക്ലാസ് നെയിം നമ്മൾ ആക്സസ് ചെയ്യുന്നത് പ്രോപ്സ് വെച്ചിട്ടായിരിക്കും. കാരണം നമ്മൾ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബട്ടണല്ലോ റീയൂസ് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ഹാൻഡിൽ ചേഞ്ച് ചെയ്തിയ പോലെ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ പ്രോപ്സ് എഴുതും. കാരണം നമ്മൾ പ്രോപ്സ് പാസ് ചെയ്യുന്നതായിരിക്കും ഇവിടെ ആക്സസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ പ്രോപ്സ് ഡോട്ട് ക്ലാസ് നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എഴുതും. പിന്നെ നമ്മൾ പ്രോപ്സ് ഡോട്ട് ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതും. പിന്നെ നമ്മൾ പ്രോപ്സ് ഡോട്ട് ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എഴുതും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരു ബട്ടന് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രോപ്സ് വഴിയായിരിക്കും പാസ് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എഴുതുന്നത് ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് നമുക്ക് എഴുതണം. അത് നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പോൾ നമ്മൾ ഈ ബട്ടൻ്റെ പ്രോപ്പർട്ടി വഴിയാണ് പാസ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പ്രോപ്സ് ഡോട്ട് ആ നമ്മൾ പാസ് ചെയ്യുന്ന പ്രോപ്പർട്ടി. പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ കണ്ടന്റ് പാസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് അതിന് പേര് കൊടുക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ പ്രോപ്സ് ഡോട്ട് ചിൽഡ്രൻ എന്നാണ് കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബട്ടൺ ടാഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെ എഴുതുന്നുണ്ടോ, അതായത് പ്രോപ്പർട്ടി അല്ല, നിങ്ങൾ ടാഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കണ്ടന്റ് എഴുതുന്നുണ്ടോ അതൊക്കെ നമുക്ക് പ്രോപ്സ് ഡോട്ട് ചിൽഡ്രൻ വഴി ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിത് സേവ് ചെയ്തിട്ട് ടു ഡു ആപ്പ് ഡോട്ട് ജെയ്സിൽ പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇപ്പോൾ നമുക്ക് ഈ ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ സെയിം ബട്ടൺ തന്നെ നമുക്ക് നമ്മളെ റിയൂസബിലിറ്റി ബട്ടൺ ഡോട്ട് ജെ എസ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ബട്ടൺ മൊത്തം ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ കമ്പോണൻറ്റ് ആദ്യം ഇവിടെ കോൾ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ BUTTO എന്നടിച്ചിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ചാൽ അത് ഓട്ടോ ഇമ്പോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ആ ബട്ടൺ ഓപ്പണിംഗ് ക്ലോസ് ചെയ്യും. സാധാരണ നമ്മളൊരു കമ്പോണൻറ്റ് വിളിക്കുമ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ ഓപ്പണിംഗ് ടാഗ് മാത്രമാണ് എഴുതുക. കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് ഒന്നും കൊടുക്കണം, നമുക്ക് ഫുള്ള് പ്രോപ്പർട്ടി മാത്രം കൊടുത്താൽ മതി. പക്ഷേ ഈ കേസിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കണ്ടന്റും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്ലോസിങ് വിട്ടത്. എന്നിട്ട് നമുക്കിവിടെ ക്ലാസ് നെയിം കൊടുക്കാം. ഇതൊന്നും നിർബന്ധമില്ല, ഇത് വേണമെങ്കിൽ കൊടുത്താൽ മതി. കാരണം നമ്മളവിടെ ഡിഫോൾട്ടായിട്ട് ഇട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ല. നമുക്കിവിടെ BTN പ്രൈമറി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ക്ലാസ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ID എന്ന് പറഞ്ഞിട്ട് ബട്ടൺ കൊടുക്കാം. പിന്നെ നമ്മൾ ഓൺ ക്ലിക്ക്. ഇപ്പോൾ ഓൺ ക്ലിക്ക് അതിന് നമ്മളിവിടെ ഓൺ ക്ലിക്ക് ഇസ് ഈക്വൽ ടു നമുക്കിവിടെ എഴുതേണ്ടത് ദിസ് ഡോട്ട് സെൻഡ് ക്ലിക്ക്, പിന്നെ നമ്മൾ ഇഷ്ടമുള്ള ഡാറ്റ, ഇങ്ങനെ നമ്മൾ വിളിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത് വേണ്ട അതിൻ്റെ ഉള്ളിലത്തെ കണ്ടന്റ്. അതിന് വേണ്ടി നമ്മളിവിടെ ജസ്റ്റ് സെൻഡ് ക്ലിക്കെന്നോ ഇഷ്ടമുള്ള ടെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇടാനുള്ളത് നമ്മളിവിടെ എഴുതും. അപ്പോൾ ഈ ക്ലാസ് നെയിമും IDയും ഓൺ ക്ലിക്കും ഇതേ പേരിലായിരിക്കണം. കാരണം നമ്മളിവിടെ ബട്ടൺ ഡോട്ട് ജെയ്സ് തുറന്നാൽ കാണാൻ പറ്റും നമ്മളിവിടെ വിളിക്കുന്നത് പ്രോപ്സ് ഡോട്ട് ക്ലാസ് നെയിം, പ്രോപ്സ് ഡോട്ട് ID, പ്രോപ്സ് ഡോട്ട് ഓൺ ക്ലിക്ക്. അപ്പം നിങ്ങൾ പാസ് ചെയ്യണത് എന്ത് പേരിലാണോ ആ പേരിൽ തന്നെ ആയിരിക്കണം ഇവിടെ വിളിക്കേണ്ടത്. കാരണം നമ്മൾ സാധാരണ പ്രോപ്സ് പാസ് ചെയ്യുന്ന പോലെ ആ പ്രോപ്പർട്ടി നെയിമിലാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ നിങ്ങൾ എവിടെയൊക്കെ ഈ ബട്ടൺ റീയൂസ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഈ സെയിം പേരിൽ തന്നെ ആയിരിക്കണം വിളിക്കേണ്ടത്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കണ്ടന്റ് വരാം പ്രോപ്സ് ഡോട്ട് ചിൽഡ്രൻ. അതിന് പേര് വേണ്ട, അത് ചിൽഡ്രൻ ഡിഫോൾട്ട് നെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കണ്ടന്റും ഇവിടെ കിട്ടും. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ട് ബാക്കിൽ പോയി കഴിഞ്ഞിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സെയിം ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇത് എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നു അത്ര പ്രാവശ്യം അത് വരും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഒറ്റ ബട്ടനാണ് ക്രിയേറ്റ് ചെയ്യണത്. എന്നിട്ട് നമ്മളിതാ ഇൻസ്പെക്ട് എലിമെന്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ബട്ടൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ എഴുതിയ ബട്ടൺ പ്രൈമറിയും ബട്ടൺ ID ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ജസ്റ്റ് ഒരു ബട്ടൺ ഉണ്ടാക്കി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാൻ വേണ്ടി ഈ ബട്ടൻ്റെ വെയിറ്റ് ഇപ്പോൾ ഒരു MB ആണെന്ന് വിചാരിക്കുക, ഇതിൻ്റെ സൈസ്. അപ്പോൾ ഈ ബട്ടൺ നിങ്ങൾ 10 പേജിൽ ക്രിയേറ്റ് ചെയ്താൽ, അതായത് നമ്മൾ സാധാരണ HTML ക്രിയേറ്റ് ചെയ്യുന്ന ബട്ടൺ ഇടുമല്ലോ, ആ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ 10 MB ആയി നിങ്ങളെ വെബ് പേജിൻ്റെ സൈസ്. ആ 10 MBൻ്റെ പകരം നിങ്ങളിത് ഒരു സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക. ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വരുന്നത്? ഒരു MB. എന്നിട്ട് ഈ ബട്ടൺ തന്നെ പല പല സ്ഥലത്ത് കോൾ ചെയ്യുക. അതായത് നമ്മൾ വാല്യൂ പാസ് ചെയ്തിട്ട് ഈ ബട്ടണിക്കാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അപ്പോഴും ഒരു ബട്ടണാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ, പക്ഷെ അത് റീയൂസ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ആ കേസിൽ ആ ഒരു MB ആണ് വരുന്നുള്ള പ്രൊജക്ട് സൈസ്. അതുകൊണ്ടാണ് മാക്സിമം നമുക്ക് ഒരു സാധനം റീയൂസ് ചെയ്യാൻ പറ്റിയാൽ അത് മാക്സിമം റീയൂസ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. കാരണം റിയാക്റ്റിൽ നമുക്കൊരു ഫ്രീഡം തന്നിട്ടുണ്ട്, നമുക്ക് ഇത്രയും പവർ തന്നിട്ടുണ്ട്, നമുക്കിത് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്. റിയാക്ട് ഓൾറെഡി നല്ല പെർഫോമൻസ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആ എക്സ്ട്രാ പെർഫോമൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കുറേ റീയൂസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. കാരണം ചെറിയ പ്രൊജക്റ്റിലൊക്കെ ഇതൊന്നും ആവശ്യമുള്ളല്ല, കാരണം ഓൾറെഡി നല്ല പെർഫോമൻസ് ആണ്, കാരണം ഓൾറെഡി നല്ല സ്പീഡാണ് റിയാക്ട്. പക്ഷേ നിങ്ങളൊരു വലിയ ലാർജ് സ്കെയിൽ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ, വലിയ കമ്പനീസിനൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കിപ്പോൾ ചിലപ്പോൾ ആയിരക്കണക്കിന് യൂസേഴ്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാ സെക്കൻഡും അവിടെ വാല്യൂ ആണ്. ആ പ്രൊജക്റ്റ് ലോഡ് ചെയ്യണ എല്ലാ സെക്കൻഡും വാല്യൂ ആണ്. കാരണം ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളെ റിയാക്ട് ഒറ്റൊരു ഡിവിൻ്റെ ഉള്ളിലാണ് ലോഡ് ആവുന്നത്. അതായത് ഈ റൂട്ട് എന്ന് പറഞ്ഞ ഡിവിനുള്ളിലാണ് ലോഡ് ആവുന്നത്. സാധാരണ HTML പേജിൽ പോലെ നമ്മളിപ്പോൾ എബോട്ട് പേജ് പോയാൽ എബോട്ട് പേജ് തുറക്കും, കോൺടാക്ട് പേജ് പോയാൽ കോൺടാക്ട് പേജ് തുറക്കും. പക്ഷെ റിയാക്ട് അങ്ങനല്ല. റിയാക്ട് ഇപ്പോൾ ഈ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ എന്തൊക്കെ നമ്മൾ എത്ര കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഒറ്റ ടൈമിൽ തന്നെ വിളിക്കും. അതുകൊണ്ടാണ് നമുക്ക് റൗട്ടിങ് സ്പീഡായിട്ടും പോകുന്നത്. കാരണം എല്ലാ കമ്പോണന്റും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ സെർവറിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ API കോൾ വിളിക്കുമ്പോഴാണ് സെർവറിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ കേസിൽ നമ്മൾ അബൌട്ട് പേജ് ഉണ്ടാക്കി, കോൺടാക്റ്റ് ഉണ്ടാക്കി, ലോഗിൻ ഉണ്ടാക്കി, ഇതൊക്കെ ഒരേ സമയത്ത് ഈ URL വന്ന ടൈമിൽ എല്ലാതും ഡൗൺലോഡ് ആവും. അപ്പോൾ ആ ഡൗൺലോഡ് ചെയ്യണ സ്പീഡ് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യണം.
എന്നാലാണ് അതാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും ഒരു ലൈൻ കോഡ് എഴുതുമ്പോൾ, അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു ലൈൻ കോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ പോയിട്ട് അത് റീഫാക്ടർ ചെയ്യണം, നിങ്ങളത് റീയൂസ് ചെയ്യുന്ന രീതിയിലാക്കണം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യരുത്. ഇനി ലാസ്റ്റായിട്ട് എനിക്ക് കാണിച്ചു തരാനുള്ളത് പാക്കേജ് ഡോട്ട് ജേസിൻ്റെ ഒരു ഉപയോഗമാണ്. ഈ പാക്കേജ് ഡോട്ട് ജേസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമ്മളെ കസ്റ്റം പാക്കേജ് ഡോട്ട് ജേസൺ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാണ് ലിസ്റ്റ് ഫോൾഡറിൽ list.js. ഇനിയിപ്പോൾ ഈ list.js എനിക്ക് വിളിക്കണമെങ്കിൽ ഞാൻ app.js വന്നിട്ട് ഇവിടെ നമ്മൾ ഇമ്പോർട്ട് എഴുതും, ലിസ്റ്റ് എഴുതും, ഫ്രോം ./component, പിന്നെ സ്ലാഷ് ഇട്ട് നമ്മൾ ലിസ്റ്റ് ഫോൾഡറിൽ പോയി, പിന്നെയും സ്ലാഷ് ഇട്ട്, പിന്നെയും ലിസ്റ്റിൽ പോയി. അപ്പോൾ ഇവിടെ നമ്മൾ 2 പ്രാവശ്യമാണ് ലിസ്റ്റ് വിളിക്കുന്നത്, ഒന്ന് ഫോൾഡറും ഒന്ന് JS ഫയലും. പക്ഷെ നമുക്ക് ഈ ലിസ്റ്റ് ഫോൾഡറിനുള്ളിൽ കയറുമ്പോൾ ഡയറക്റ്റ് ഈ ഫോൾഡർ ലിസ്റ്റ് JSന് പോയിന്റ് ചെയ്യണം. കാരണം ഇപ്പോൾ നമുക്ക് വേറൊരു പാത്തും കൂടി ഉണ്ടെങ്കിൽ button.js എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്, ആ ബട്ടൺ നമ്മൾ ഇതേപോലെ ബട്ടൺ എഴുതും, പിന്നെ നമ്മൾ സ്ലാഷ് ഇട്ടിട്ട് ബട്ടൺ 2 പ്രാവശ്യം എഴുതേണ്ടി വരും. അപ്പോൾ എല്ലാതും നമ്മൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഈ കേസിൽ നമ്മൾ സാധാരണ നമുക്ക് 2 വഴിയുണ്ട്. ചില നമ്മളിവിടെ ലിസ്റ്റിൻ്റെ അവിടെ വന്നിട്ട് index.js എന്ന് പറഞ്ഞിട്ട് ആ ഫയൽ നെയിം മാറ്റും. ആ ഫയൽ നെയിം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു മെസ്സേജ് കിട്ടും. അപ്പോൾ ഈ മെസ്സേജ് VS കോഡിൻ്റെ ഡിഫോൾട്ട് മെസ്സേജാണ്, നമുക്കത് എല്ലാ സ്ഥലത്ത് പോയി നമ്മൾ മാനുവലി മാറ്റേണ്ടി വരും, ഇവർ തന്നെ മാറ്റി തരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ app.js പോയി കാണാം, നിങ്ങൾക്ക് ആ ലിസ്റ്റിൻ്റെ ഇവിടെ സ്ലാഷ് ഇല്ല. കാരണം index.js ഇട്ടാൽ അത് ഡിഫോൾട്ടായിട്ട് ഈ ഫോൾഡർ ഇങ്ങോട്ട് പോയിന്റ് ചെയ്യും, വേറെ എന്ത് ഫയലുണ്ടോ അങ്ങോട്ട് പോയിന്റ് ചെയ്യില്ല, അത് നമ്മളിവിടെ എഴുതന്നെ വേണം. പക്ഷേ index.js ആണെങ്കിൽ ഈ സ്ഥലത്തേക്കാണ് പോയിന്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് RFC എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്യണം എല്ലാതും, നമ്മളിവിടെ കമ്പോണന്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ടെക്സ്റ്റ് ഇടാം. അപ്പോൾ ഇത് വർക്ക് ആവണ്ടെന്ന് അറിയാലോ. ഇനി നമുക്കിവിടെ പോയിട്ട് ഈ ലിസ്റ്റ് കമ്പോണന്റ് നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഇത് റണ്ണിന് കിടുമ്പോൾ ഈ ഫ്രാഗ്മെന്റ് ഞാൻ ജസ്റ്റ് ഇവിടെ കോൾ ചെയ്യട്ടെ. അപ്പോൾ അത് ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എംറ്റി കണ്ടെയ്നർ പോലെയാണ്. അപ്പോൾ ഒരു div ഇടുന്നതിൻ്റെ പകരം ജസ്റ്റ് ഒരു എംറ്റി കണ്ടെയ്നർ. നമ്മളിവിടെ പോയാൽ നമുക്ക് കമ്പോണന്റ് കാണാൻ പറ്റും, നമ്മൾ ഈ ഫയൽ വർക്കായി. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ നമുക്കിപ്പോൾ ഒരു 20 കമ്പോണന്റ് ഉണ്ടെങ്കിൽ നമ്മൾ 20 index.js ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആകെ index.jsന്റെ ചാകരയായിരിക്കും ഇതിൽ. അപ്പോൾ ഈ ഒരു സാധനം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ package.js യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ലിസ്റ്റിൻ്റെ ഉള്ളിൽ പോയതിനു ശേഷം നമ്മളിവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും, package.json. package.json ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മളിവിടെ ഈ ലിസ്റ്റിൻ്റെ പേര് നമുക്കിപ്പോൾ ലിസ്റ്റ് എന്നിടാം. എന്നിട്ട് നമ്മൾ package.jsനുള്ളിൽ പോയിട്ട് ബ്രാക്കറ്റ് ആദ്യം തുറക്കും, പിന്നെ നമ്മൾ മെയിൻ എന്ന് പറഞ്ഞിട്ടൊരു കീ എഴുതും. ഇതിനുള്ളിൽ നമ്മൾ വാല്യൂ കൊടുക്കുക നമ്മുടെ ഫയലിൻ്റെ പേരാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ലിസ്റ്റ് എന്ന് കൊടുക്കും, കാരണം ലിസ്റ്റാണ് നമ്മുടെ ഫയലിൻ്റെ പേര്. ഇതിപ്പോൾ സേവ് ചെയ്തതിനു ശേഷം ഇനിയിപ്പോൾ നിങ്ങൾ ജസ്റ്റ് വെബ് പേജ് പോയാൽ നിങ്ങൾക്ക് കമ്പോണന്റ് കാണാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ ഇനി app.js പോയാലോ നമുക്കിനി 2 പ്രാവശ്യം ലിസ്റ്റ് വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ package.json ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ നമ്മൾ നേരത്തെ റിയൂസബിൾ ബട്ടൺ ഉണ്ടാക്കിയ പോലെ ഈ ലിസ്റ്റ് നിങ്ങൾ റിയൂസബിൾ ആക്കണം. അപ്പം നിങ്ങൾ കുറേ നെസ്റ്റഡ് കമ്പോണൻസിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും ഇത് കോൾ ചെയ്യുക. അപ്പോൾ ഇത് എക്സാമ്പിൾ വരാം ././ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇത് വരാം. ആ ടൈമിൽ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഓക്കെ എനിക്കിപ്പോൾ ഈ ലിസ്റ്റ് കമ്പോണൻ്റ് JS ഫയൽ എടുത്തിട്ട് വേറൊരു ഫോൾഡറിൻ്റെ ഉള്ളിൽ ഇടണം, എന്നിട്ട് ആ ഫോൾഡർ എല്ലാത്തേക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എല്ലാ ഫയൽസിൽ പോയിട്ട് ആ പാത്ത് മാറ്റേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിത് ലിസ്റ്റിൻ്റെ ഉള്ളിൽ വേറൊരു list2 എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ഉണ്ടാക്കി. ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടും. പക്ഷേ ഈ ഓപ്ഷൻ നമുക്കിപ്പോൾ വന്നില്ല, കോഡ് എഡിറ്റർ വന്നില്ല എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന കോഡ് എഡിറ്ററിൽ ഇതില്ല. അപ്പോൾ ആ കേസിൽ നമ്മളിപ്പോൾ മാനുവലി പോയിട്ട് ഇത് മാറ്റേണ്ടി വരും. അവിടെയാണ് package.jsന്റെ വലിയ അഡ്വാൻറ്റേജ്. കാരണം package.jsനാവുമ്പോൾ ജസ്റ്റ് ഇതിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ മാറ്റിയാൽ മതി. ./list2/ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ വിളിക്കണ പാത്ത് ഡയറക്റ്റ് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യും, കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് ബാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു എറർ കിട്ടും. പക്ഷേ ഇത് കണ്ട് പേടിക്കണ്ട, കാരണം നമ്മൾ package.jsനിൽ എന്ത് ചേഞ്ച് വരുത്തുമ്പോഴും നമ്മൾ സെർവർ റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ള പ്രോസസ്സ് ക്ലോസ് ചെയ്താൽ മതി. ക്ലോസ് ചെയ്തിട്ട് അത് പിന്നെയും റൺ ചെയ്യുക. ഇതിപ്പോൾ റൺ ആയതിനു ശേഷം നിങ്ങൾ ബാക്കി പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ കമ്പോണന്റ് തിരിച്ചു കിട്ടി. ഇതിപ്പോൾ നിങ്ങൾ 10 പേജ് പോയി മാറ്റേണ്ട പകരം ജസ്റ്റ് ഒരു പേജിൽ, അതായത് package.jsന് വന്നിട്ട് മാറി. അപ്പോൾ അത്ര അഡ്വാൻറ്റേജ് ആണ് നമ്മൾ package.jsന് ക്രിയേറ്റ് ചെയ്താൽ. അപ്പോൾ ഇതിൽ കൂടെ നിങ്ങൾക്ക് റിയാക്റ്റിൻ്റെ കുറച്ച് അഡ്വാൻസ് കാര്യങ്ങൾ മനസ്സിലായി ഞാൻ വിചാരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്താൽ മതി, അതിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊജക്റ്റ് ഐഡിയാസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. അപ്പോൾ എനിക്ക് അതിന് കുറച്ചൊരു ട്യൂട്ടോറിയൽ ഉണ്ടാക്കാൻ പറ്റും, ഒരു ക്രാഷ് കോഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.